ഹലോ മുത്തുമണികളെ. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഞാൻ ഇന്ന് രാവിലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സിന് ഭയങ്കരമായ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം എസ് എന്നുള്ള പിന്നെ റെസ്പോൺസാണ് കിട്ടിയത്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് തയ്യൽ പഠിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തയ്യൽ പഠിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞ ഒരു സമയത്ത് അന്ന് 100 രൂപ എങ്ങാണ്ടാണ് ഫീസ് 100 രൂപയാണ് എന്നുള്ളത് സത്യം. പക്ഷേ അതിന് വാങ്ങാനുള്ള തുണികൾക്ക് നല്ല പൈസ ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യങ്ങൾ എൻ്റെ അമ്മയോട് പറയുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ആളായിരുന്നു. എൻ്റെ സ്കൂളിൽ നിന്ന് എക്സ്കർഷന് കൊണ്ടുപോയാൽ പോലും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറയാറില്ല. പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ അമ്മ വിടുമായിരിക്കാം. അങ്ങനെ എന്നെ വിടാൻ വേണ്ടിയിട്ട് അവരൊരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറയാറില്ല. എനിക്കൊരു ചെരുപ്പ് വേണമെന്ന് ഞാൻ പറയാറില്ല, എനിക്കൊരു ഉടുപ്പ് വേണമെന്ന് ഞാൻ പറയാറില്ല, എനിക്കൊരു ബോക്സ് വേണമെന്ന് ഞാൻ പറയാറില്ല. ഞാൻ എന്നാലും അതൊക്കെ വാങ്ങിച്ചൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇന്നുമുണ്ട്. പുറത്തു പോയി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പഠിക്കാൻ കഴിയാത്ത ഒരുപാട് പേര് ഇന്നും നമ്മളുടെ ചുറ്റിനുമുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് അറിയാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാനൊന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തയ്യൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി. അതായത് എല്ലാം പഠിപ്പിച്ചു തരുന്ന ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ എത്ര രൂപയാകും എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ അവർ പറഞ്ഞതെന്ന് പറയുന്ന 2 വർഷത്തെ കോഴ്സാണ്. ഈ 2 വർഷത്തേക്ക് 2000 രൂപ വെച്ച് നിങ്ങൾ അടച്ചാൽ മതി. പക്ഷേ നിങ്ങൾ തുടക്കത്തിൽ 8000 രൂപ അഡ്വാൻസ് നിങ്ങൾ അടയ്ക്കണം. അതിനുശേഷം നിങ്ങൾ 2000 വെച്ച് മാസം അടച്ചാൽ മതി. 47,000 രൂപ എങ്ങാണ്ടാണ് ഫീസ്. അപ്പോൾ ഒരു സാധാരണക്കാരന് യഥാർത്ഥത്തിൽ പിന്നെ ഒരു കൈത്തൊഴിൽ പഠിക്കേണ്ടി വരുന്നത് ആർക്കാണ്? സാധാരണക്കാർക്കാണ്. ഈ സാധാരണക്കാരന് ഒരിക്കലും ഒരു 47,000 രൂപയോ ഒരു 20,000 രൂപയോ എന്തിനധികം പറയുന്നു, ഒരു 10,000 രൂപ പോലും ചെലവാക്കി അവർക്ക് ഒരു കൈത്തൊഴിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല താഴേക്കിടയിലുള്ള ആളുകൾക്ക്. അപ്പം അത്തരക്കാർക്ക് ഒരു മാസം ഒരു 100 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ, ഫോണൊന്ന് റീചാർജ് ചെയ്താൽ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന തരത്തിൽ, പുറത്ത് തയ്ച്ചു കൊടുക്കാൻ സാധിക്കുന്ന തരത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ബാല്യകാലം തന്നെ, എൻ്റെ ഈ ഒരു ആഗ്രഹം തന്നെയാണ്. എന്താണ്, ഞാനും എൻ്റെ ചെറുപ്പകാലത്തിലെ ജീവിക്കാൻ പിന്നെ ആഗ്രഹിച്ച ഈ സെൽഫ് ജോബിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ ലാബ് ടെക്നീഷ്യൻ കോഴ്സൊക്കെ പാസ്സായി അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എൻ്റെ പ്രസവം കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ആളില്ല എന്ന് വന്നപ്പോൾ എനിക്കിഷ്ടമുള്ള ജോലിയായ സെൽഫ് ബിസിനസ്സിലോട്ട് തന്നെ ഞാൻ കടന്നുകൂടുകയും പിന്നീട് അത് തന്നെ എൻ്റെ ജീവിതമാർഗമാവുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. പിന്നെ ആരൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ യൂട്യൂബ് വഴി ആരെയൊക്കെയോ വിറ്റിട്ടാണ് എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് എന്ന്. ഈ വായിൽ കക്കൂസ് ടാങ്ക് കൊണ്ട് നടക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നും പറയാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ പറയും. കാരണം വായിൽ കക്കൂസ് ടാങ്ക് കൊണ്ട് നടക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് ഞാനല്ല ഒരാളിനെയും വീഡിയോ കോൾ ചെയ്ത് പാതിരാത്രികളിൽ മറ്റുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാരുമായിട്ട് കൊഞ്ചിക്കുഴഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി കാമുകന്മാർക്ക് തീറ്റി പോറ്റിയിരുന്നതോ മട്ടൻ സൂപ്പ് വാങ്ങിച്ചു കൊടുത്തിരുന്നതോ ഒന്നും തന്നെ ഞാനല്ല. ഞാൻ അന്നും കഠിനാധ്വാനം ചെയ്യുന്നു, ഇന്നും കഠിനാധ്വാനം ചെയ്യുന്നു. പിന്നെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ചട്ടിയും കലവും കഴുകിയിട്ടാണ് ജീവിച്ചത് എന്നുള്ളതും, ചട്ടിയും കലവും കഴുകി ജീവിച്ചപ്പോൾ എന്നെ എവിടെന്നോ ആരോ പിടിച്ചു എന്ന്. ബീനിൻ്റെ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഏടുകളിൽ നിന്ന് നിങ്ങൾക്ക് എൻ്റെ ആത്മാഭിമാനത്തിന് പോറലേറ്റ ഒരു സംഭവം കണ്ടെത്താൻ കഴിഞ്ഞാൽ എൻ്റെ തല മുണ്ടനം ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിലൂടെ നടന്നു പോകും. അപ്പം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് എൻ്റെ ഇപ്പോഴും ഈ റമദാൻ കാലത്തിൽ പോലും ഞാൻ പൊരുത്തപ്പെടാൻ തയ്യാറാകാത്ത ചില ഡ്രാക്കുള, ചില ഡാഗിനി കുട്ടൂസന്മാരുണ്ട്.
അപ്പൊ അവരോട് പോലും ഞാൻ പൊരുത്തപ്പെടാൻ തയ്യാറല്ല. അതിന്റെ കാരണം എന്താണ് എന്നറിയാമോ? എൻ്റെ ആത്മാഭിമാനത്തിൽ തൊട്ടത് കൊണ്ട് മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പൊരുത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ അവരോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിനെ പോറലേൽപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ ആത്മാഭിമാനത്തിനെ പോറലേൽപ്പിച്ച ഒരു വ്യക്തികളെ നമ്മൾ പൊരുത്തപ്പെടുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടരോടൊക്കെ പൊരുത്തപ്പെടുക എന്നുള്ളത് എൻ്റെ അമ്മയോട് പൊരുത്തപ്പെടാതിരിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മകനോട് എൻ്റെ മകൻ്റെ പൊരുത്തം ഞാൻ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മരണം വരെയും ഇവരോട് പൊരുത്തപ്പെടുകയില്ല എന്നുള്ളത് മാത്രമല്ല, ഏത് വിധേന ഇവരെ ഏത് രീതിയിൽ അപമാനിക്കാൻ എനിക്ക് അവസരം കിട്ടിയാലും ഞാൻ അപമാനിക്കുക തന്നെ ചെയ്യും. അതിലൊരു മാറ്റവുമില്ല. അപ്പം കക്കൂസ് ടാങ്കുകൾക്ക് ഉള്ള മറുപടിയാണ് ഇത്. ഓക്കെ. പിന്നെ ഏതോ ചാനൽ വഴി തൂറിത്തള്ളാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന്. ശരിയാണല്ലോ. കാരണം 30,000 രൂപയുടെ ഫോണൊക്കെ വാങ്ങിച്ച് തൂറിത്തള്ളാൻ കണക്കിന് സെപ്റ്റി ടാങ്ക് ആയിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ വരാം. എന്നാലും ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ നിനക്കൊന്നും പറ്റില്ല എന്നുള്ളത് നീയൊക്കെ നിന്റെയൊക്കെ ജീവിതം കൊണ്ടും നിന്റെയൊക്കെ കക്കൂസ് ടാങ്ക് ആയിട്ടുള്ള നിന്റെയൊക്കെ വാ കൊണ്ടും തെളിയിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടും നീയൊക്കെ എങ്ങനെ നന്മമരമാകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും അതിൻ്റെ നടുക്ക് ബീനെന്ന ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഇതിലോട്ട് ഞാൻ വരുന്നുണ്ട്. അതായത് അപ്പോൾ നമ്മൾ തയ്യൽ പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈ തയ്യൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചാനൽ വഴിയല്ല, എൻ്റെ രണ്ടാമത്തെ ചാനലുണ്ടല്ലോ, ആ രണ്ടാമത്തെ ചാനൽ വഴിയുമല്ല. കാരണം ഇതെന്ന് പറയുന്നത് ഒരു തൊഴിലാണ്. നമ്മൾ ജോലി ചെയ്യുക എന്നുള്ളത്, നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മൾ അത്രയും പ്രാർത്ഥനയോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് എപ്പോഴും പ്യുവർ ആയിരിക്കണം, അത് നീറ്റായിരിക്കണം, ഫ്രഷ് ആയിരിക്കണം, അത് ദൈവികമായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ചാനലിലും ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്ന ജോലി ഈ 2 ചാനലുകൾ വഴിയും ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് എൻ്റെ മദർ ചാനലായ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി തുടങ്ങിയ ഒരു ചാനലുണ്ട്. ആ ചാനൽ വഴി ആയിരിക്കും ഞാൻ ഈ തയ്യൽ ജോലി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എനിക്കറിയാവുന്നത് മുഴുവൻ 1 രൂപ പോലും ചെലവാക്കാതെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ലൈഫിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്ത്, അവളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് അവൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ, തയ്യലിൻ്റെ യാതൊന്നും തന്നെ അറിഞ്ഞുകൂടാ. പക്ഷേ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാമോ എന്ന് അവൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളുടെ വീട്ടിൽ പോയി പഠിപ്പിച്ചു കൊടുക്കണം. അതിനെനിക്ക് പിന്നെ സമയത്തിൻ്റെ ഒരു വിഷയവും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്, അതായത് പുറത്തു പോയി പഠിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാനായിരിക്കും. പിന്നെന്ന് പറയുന്നത് ഞാൻ അതിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇടും. നിങ്ങൾക്കിപ്പോൾ പഠിപ്പിച്ച് തരുന്ന വിഷയത്തിനെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ അതിന് എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് അതിന് റിപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ വീഡിയോ വഴി തന്നെ നിങ്ങളുടെ സംശയത്തിനുള്ള റിപ്ലൈ ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ ആ ഒരു കൈത്തൊഴിൽ ഞാൻ പഠിപ്പിച്ച് തരും. ഇനി ഇത് മാത്രമല്ല, ഒരു കൈത്തൊഴിൽ പഠിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ചെടുക്കുകയല്ല, നമ്മളൊരു കൈത്തൊഴിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും ജീവിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഉള്ള ഒരു സംഭവമുണ്ട്. അതായത് ഏതോ ഒരു ചാനൽ, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ, ചാനലിൽ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഏതോ പെണ്ണിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ഒരു പുരുഷനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു.
യഥാർത്ഥത്തിൽ പെണ്ണിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് സെൽഫായിട്ട് അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നമ്മുടെ കൂടെ നമ്മളിപ്പോൾ മനുഷ്യരായിരുന്നാലും എല്ലാ ജീവജാലങ്ങളും ഡിപ്പെൻഡഡ് ആണ്. ഒന്നിനെ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ തനിച്ചാക്കപ്പെടുന്ന ഒരു സമയമുണ്ടാകും, തനിയെ ആവുന്ന ഒരു സമയമുണ്ടാകും. അതായത് ഇപ്പം എനിക്കറിയാവുന്ന ഒരു കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അതായത് ഒരു ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. പിന്നെ അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് അവരെന്ത് ആഗ്രഹിച്ചാലും അത് നേടിക്കൊടുക്കുന്ന ഒരാളായിരുന്നു. അയാളുടെ കൂടെ തന്നെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ഈ പെട്ടെന്നുള്ള മരണം അവരെ ഭയങ്കരമായി മാനസികമായി തകർത്തു. ഈ മാനസികമായി തകർക്കുക മാത്രമല്ല ചെയ്തത്, ഫിനാൻഷ്യലി അവർ ഭയങ്കര ഡൗൺ ആയിപ്പോയി. അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പോലും അവർക്ക് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ അവരുടെ ഭർത്താവ് അവരെ വിട്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആവുകയും മാനസികമായിട്ട് ഇവർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവർ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലൂടെ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങി. അവർ BCom എന്തോ പാസ്സായ ഒരാളായിരുന്നു. അങ്ങനെ ഇവരൊരു ട്യൂട്ടോറിയലിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ചോദിച്ച്, എന്തോ ഭാഗ്യത്തിന് ആ ട്യൂട്ടോറിയലിൽ അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് കിട്ടി. ആ ഒരു ടൈമിൽ ഒരു 1-2 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവരവരുടെ സുഹൃത്തിനോട് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ലോകത്ത് എല്ലാ ജീവികളും എല്ലാ ജീവജാലങ്ങളും ഒറ്റയ്ക്കാക്കപ്പെടുന്ന ഒരു സമയമുണ്ടാകും. ആ ഒരു ടൈമിൽ അവരെപ്പോഴും പ്രിപ്പയർ ആയിരിക്കേണ്ടുന്നത് അവരുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് ക്ലിയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചു പോകുമായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതായപ്പോഴാണ് ഞാൻ ഇത്രയും മനോഹരമായ മറ്റൊരു ലോകം എനിക്കുണ്ട് എന്നുള്ളത് പോലും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്നേഹം, ഇഷ്ടമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന ഒരു കാര്യമാണെങ്കിലും ഇതിനെയൊക്കെയും മുകളിൽ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഫിനാൻഷ്യൽ സെറ്റപ്പ് ക്ലിയർ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് താഴേക്കിടയിലുള്ള ആളുകൾക്ക് അവരുടെ കൈച്ചെലവിനുള്ള ഒരു വകയെങ്കിലും എൻ്റെ വീഡിയോ വഴി കിട്ടുകയാണെങ്കിൽ അതിൽ ഞാൻ ഏറ്റവും ഭാഗ്യവതിയുമാണ്, ഞാൻ ഭയങ്കര സന്തോഷവതിയുമാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്.